ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ടൊമാറ്റോ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് നല്ല കിടു റെസിപ്പിയാണ്. അത് പറയാതെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്, പൊള്ളിയാണ്. അതിന് വേണ്ടി ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വട്ടത്തിലരിഞ്ഞ ടൊമാറ്റോയും അതിൻ്റെ മേലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ പീഞ്ഞ് പോകുന്ന ഫ്രൈ അല്ല, ജസ്റ്റ് എന്നാലും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് എത്ര ടൊമാറ്റോ ഉണ്ട് അത്ര ടൊമാറ്റോയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കണക്കാട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പെരിഞ്ചീരകവും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതേസമയം വട്ടത്തിലരിഞ്ഞ സവോള വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. വട്ടത്തിൽ തന്നെ സവോള അരിയണം, അപ്പോഴൊരു നല്ലൊരു ടേസ്റ്റ് വരും. അത് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് തട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് ഒരുപാട് സവോള വാടിപ്പോവരുത് കേട്ടോ. ഇത് കണക്കൊന്ന് വാടിയാൽ മതി. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ പച്ചവാസന പോയ ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസും നമ്മുടെ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പച്ചവാസന പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ചവാസന പോയ ശേഷമാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ഇതിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടൊമാറ്റോ ഫ്രൈ ഇവിടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കിടു ടേസ്റ്റാണ് ഗൈസ്. ബൈ.